പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ദ്രൗപദി സ്വയംവരമാണ്. പഞ്ചപാണ്ഡവർ ഇപ്പോൾ ഏകചക്രയിൽ എത്തിക്കഴിഞ്ഞു. ഏതോ വലിയ കുടുംബം കാലക്കേട് കൊണ്ട് ഭിക്ഷക്കിറങ്ങിയവരാണ് എന്ന് ഞങ്ങളെ ഗ്രാമീണർ കരുതി. നിർഭാഗ്യം ഞങ്ങൾക്കല്ല, ഞങ്ങൾ ജനിച്ചു വളർന്ന പ്രദേശത്തിനാണ്. ജ്യേഷ്ഠൻ ഒരു രഹസ്യം പറഞ്ഞു. വിതുരരുടെ ചാരന്മാരും പ്രവർത്തിക്കുന്നുണ്ട്. നമ്മളൊക്കെ തീയിൽ വെന്തു എന്ന് വിശ്വസിക്കാൻ വലിയച്ഛൻ തയ്യാറായിട്ടില്ല. ഹിഡിംബവധം അറിയില്ല. ഒരു വൈകുന്നേരം ഞാൻ പുറത്തിറങ്ങി. ഗ്രാമത്തിനു പുറത്തെ മേച്ചിൽപ്പുറങ്ങളിൽ നടന്നു. ഇരുട്ടായ ശേഷമാണ് ഞാൻ തിരിച്ചെത്തിയത്. ആരും ഉറങ്ങിയിരുന്നില്ല. എന്നെ കാത്തിരിക്കുകയായിരുന്നു എന്ന് തോന്നി. അക്ഷമ അടക്കി പിടിച്ച മുഖങ്ങളാണ്. യുധിഷ്ഠിരൻ പറഞ്ഞു, ദ്രുപദ രാജാവിൻ്റെ മകളുടെ സ്വയംവരമുണ്ട്. അതെന്നെ ബാധിക്കുന്ന കാര്യമല്ലാത്തതുകൊണ്ട് ഒരു താല്പര്യവും തോന്നിയില്ല. ദ്രുപദന്റെ കൊട്ടാരം അർജുനനും ഞാനും കണ്ടതാണ്. സമ്പന്നമാണ് പാഞ്ചാലരുടെ നാട്. കുരുക്കളെക്കാൾ ശക്തർ. ബ്രാഹ്മണൻ എന്തിനാണ് രാജ്യവും സമ്പത്തും? അതായിരുന്നു എൻ്റെ സംശയം. അത് തീർത്തു തന്നത് വിശോകനാണ്. അത് ശരിയായിരിക്കാം ശുദ്ധ ബ്രാഹ്മണരുടെ കാര്യത്തിൽ. ദ്രവ്യശുദ്ധിയും ക്രിയാശുദ്ധിയും മന്ത്രശുദ്ധിയുമുള്ള ബ്രാഹ്മണർക്ക് ധനം വേണ്ട. ബ്രാഹ്മണനായി ജനിച്ചെങ്കിലും ക്ഷത്രിയനായി വളർന്നതുകൊണ്ടാവും പാഞ്ചാലരുടെ പശുക്കളെയും ഈടുവെപ്പിലെ സ്വർണത്തിൻ്റെയും കണക്ക് പറയുന്നത്. യുദ്ധഭീഷണിയുമായി ചെന്ന ഞങ്ങളെ ചിരിച്ച് വിരന്നൂട്ടിയ ദ്രുപദന്റെ ചിത്രം ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. ഞങ്ങളെക്കാൾ പ്രായം കൊണ്ടിളയ ദൃഷ്ടദ്യുമ്നൻ അന്ന് ധനുർവേദം പഠിക്കാൻ ദൂരത്തെവിടെയോ താമസിക്കുകയായിരുന്നു. ദൃഷ്ടദ്യുമ്നന് ഒരു മൂത്ത സഹോദരനുണ്ട്, ശിഖണ്ഡി. മകളെപ്പറ്റി അറിയുന്നത് ഇപ്പോഴാണ്. കൃഷ്ണവർണ്ണം ഉള്ളവളാണത്രേ ദ്രൗപദി. ദൃഷ്ടദ്യുമ്നോടൊപ്പം ഇരട്ടപ്പെറ്റതിൽ ഉണ്ടായവൾ. കന്യാധനമായി എന്ത് നൽകാനും തയ്യാറായി ദ്രൗപദിയെ വേൾക്കാൻ രാജാക്കന്മാർ തയ്യാറുണ്ട്. ആയുധ മത്സരത്തിൽ ജയിക്കുന്ന ഒരു യോദ്ധാവ് മതി എന്നാണത്രേ അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത്. നിങ്ങൾ പോയി പരീക്ഷിക്കണം. നഷ്ടപ്പെടാൻ നമുക്കൊന്നുമില്ല. നേടിയാൽ, ദ്രുപദന് ബന്ധുവായി കിട്ടിയാൽ ആ മുഹൂർത്തത്തിൽ പാണ്ഡവർ ജീവിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കാം, ജ്യേഷ്ഠൻ അറിയിച്ചു. എല്ലാവരും ഉറങ്ങിയെന്ന് കരുതി ഞാനും കണ്ണടച്ചു. അപ്പോൾ അർജുനൻ എൻ്റെ അരികത്തേക്ക് വന്നു. കൃഷ്ണ, ദ്രൗപദിയെപ്പറ്റി ബ്രാഹ്മണദൂതൻ പറഞ്ഞത് ജ്യേഷ്ഠൻ കേട്ടില്ലല്ലോ? ഇല്ല. അതിസുന്ദരിയാണത്രേ ദ്രൗപദി. ഞാൻ അത്ഭുതപ്പെട്ടില്ല. അനേകം പ്രാർത്ഥനകളുടെയും ഹോമങ്ങളുടെയും ഫലമായി പിറന്നവളല്ലേ. അതിസുന്ദരി. അവളുടെ വിയർപ്പിന് താമരപ്പൂവിൻ്റെ ഗന്ധമുണ്ടത്രേ. അർജുനൻ മത്സര പരീക്ഷയെപ്പറ്റിയാണ് ഇപ്പോൾ ആലോചിക്കുന്നതെന്ന് അറിയാമായിരുന്നു. അഭ്യാസക്കാഴ്ചയിൽ അർജുനനെ പരസ്യമായി വെല്ലുവിളിച്ച കർണൻ ഉണ്ടാവുമെങ്കിൽ? ഇല്ല, ഞാൻ തെറ്റുതിരുത്തി. ക്ഷത്രിയരുടെ സ്വയംവര മണ്ഡപത്തിൽ സൂതന്മാർ മത്സരിക്കില്ല. യുദ്ധം ചെയ്ത് വധുവെ പിടിച്ചെടുക്കുന്നതായിരുന്നു മുമ്പൊക്കെ വീരന്റെ ധർമ്മം. അല്ലെങ്കിൽ സ്വയംവര മണ്ഡപത്തിൽ നിന്ന് വധു തിരഞ്ഞെടുക്കണം. കന്യാശുൽക്കം നൽകി പിതാവിനോട് മകളെ വാങ്ങിക്കൊണ്ടുവരുന്ന രീതി സമ്പന്നരായ രാജാക്കന്മാർ വിനയശാലികളും പ്രായക്കാരുമായ ആൺമക്കൾക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ഇപ്പോഴത്തെ യുവാക്കൾക്ക് ഉള്ളിൽ അതിനോട് അവജ്ഞയായിരുന്നു. രംഗം പൊടുന്നനെ ശബ്ദരഹിതമായി. ദ്രുപദൻ മണ്ഡപത്തിൻ്റെ മധ്യത്തിലേക്ക് നടന്നടുക്കുകയാണ്. ചുറ്റുതൂണുകൾക്കപ്പുറം നിന്ന കാഴ്ചക്കാർ അടുത്തേക്ക് ഇരമ്പിക്കയറി. അതിഥികളെ ദ്രുപദൻ സ്വാഗതം ചെയ്തു. ഞാൻ ധന്യനായിരിക്കുന്നു, അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു. വളരെ ചെറുപ്പമെങ്കിലും കരുത്തനും സുന്ദരനുമായ യുവാവിനെയാണ് ആദ്യം കണ്ടത്, ദൃഷ്ടദ്യുമ്നൻ. രാജകുമാരൻ്റെ പിന്നിൽ നിൽക്കുന്ന കന്യകയെ അപ്പോൾ ഞാൻ കണ്ടു. ഇതാണ് ദ്രൗപദി. കഴുത്തിലെ ഹാരത്തിൻ്റെ മധ്യത്തിലെ ഇന്ദ്രനീലത്തിൻ്റെ തരളകത്തേക്കാൾ അഞ്ജന ശലാകകൾ നിരത്തിയ പോലുള്ള ഇമകൾക്കു താഴെ കരിനീല കണ്ണുകൾ തിളങ്ങുന്നു. അതാണ് ഞാൻ ആദ്യം ശ്രദ്ധിച്ചത്. വെള്ളപ്പട്ടിൻ്റെ വസ്ത്രം, കയ്യിൽ സുവർണാഭരണ ഹാരം. മണ്ഡപമാകെ പൂർണ്ണ നിശബ്ദമായി. എൻ്റെ അടുത്ത് നിന്ന് അർജുനൻ്റെ പിറുപിറുപ്പ് കേട്ടു. ദേവദേവാ! ദേവദേവനായ ഇന്ദ്രൻ എൻ്റെ അനുജൻ്റെ രക്ഷകർത്താവാണെങ്കിൽ അദ്ദേഹം തുണയ്ക്ക് വരേണ്ടത് ഇവിടെയാണ്. കന്യകയെ കണ്ട് അർജുനൻ മോഹപരവശനായിരിക്കണം. ബ്രാഹ്മണദൂതൻ പറഞ്ഞതിൽ ഒട്ടും അതിശയോക്തിയില്ല. ഹോമാഗ്നിയുടെ ജ്വാലകൾക്കിടയിലൂടെ ഞാൻ വീണ്ടും ദ്രൗപദിയെ നോക്കി.
ഉദയകിരണം ഇപ്പോൾ തൊട്ടുണർത്തിയ ഇന്ദീവരം ജ്വലിക്കുന്ന സുന്ദരി പ്രഭാവതി. ധൃഷ്ടദ്യുമ്നൻ വിശദീകരിച്ചു. സ്തംഭത്തിന്റെ മുകളിലെ തിരിയുന്ന യന്ത്രക്കൂട്ടിലെ മരക്കിളിയെയാണ് എയ്തു വീഴ്ത്തേണ്ടത്. ഞാൻ നോക്കി. യന്ത്രക്കൂടിന്റെ വാതായനങ്ങൾ വളരെ ചെറുതാണ്. ഈ മണ്ഡപത്തിൽ ഒരുക്കിയ മഹാചാപം കുലച്ചിട്ട് വേണം വില്ലാളി അമ്പെയ്യാൻ. സഭാമണ്ഡപത്തിൽ വെച്ച് മഹാചാപത്തിന്റെ മുകളിലെ പട്ടുവിരി ഒരു സേവകൻ മാറ്റി. 6 കൈയെങ്കിലും നീളം വരുന്ന ചെമ്പ് പോളകൾ കിട്ടിയ ചാപം. എനിക്ക് ചാപത്തിന്റെ രഹസ്യം ഏകദേശം ഊഹിക്കാൻ കഴിഞ്ഞു. ഉരുക്കിയ ലോഹം ക്രമമില്ലാതെ അകത്തൊഴിച്ച് തുലനം തെറ്റിച്ച ഈ വില്ല് അഭ്യാസികളെ പരിഹസിക്കാൻ വേണ്ടി തന്നെ ഉണ്ടാക്കിയതാണ്. നിവർത്തി കുലയേറ്റിയാൽ തന്നെ പഠിച്ച ശാസ്ത്രപ്രകാരം കൊടുക്കുമ്പോഴേക്കും ലക്ഷ്യം തെറ്റുമെന്നുള്ളത് തീർച്ച. ഓരോരുത്തരായി പരീക്ഷിച്ചു പരാജയപ്പെട്ട് പിൻവാങ്ങുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചു. അടുത്തത് ദുര്യോധനനായിരുന്നു. അരയോളം പൊക്കിയ ശേഷം അയാളും പ്രയത്നം ഉപേക്ഷിച്ചു. അപ്പോൾ വരസംഘത്തിന്റെ ഇടയിൽ നിന്ന് ആരോ എഴുന്നേറ്റു വരുന്നത് കണ്ട് അർജുനൻ പെട്ടെന്ന് വീർപ്പടക്കി. സൂതമാഗധർ വിളിച്ചു പറഞ്ഞു, അംഗരാജാധിപനായ കർണൻ. കൂടുതൽ വിശേഷങ്ങളില്ല, അവധാന കീർത്തനങ്ങളുമില്ല. പരമശത്രുവാണെങ്കിലും അയാളുടെ കൂസലില്ലാത്ത ഭാവം എന്നിൽ ബഹുമാനം വളർത്തി. ഉയർത്തിപ്പിടിച്ച ശിരസ്. വില്ലിന്റെ തെറ്റിച്ച തുലനക്രമം നേരത്തെ കണക്കാക്കിയിട്ടുണ്ട് കർണനും എന്ന് തോന്നി. അയാളുടെ കൈത്തണ്ടയിൽ പേശികൾ തുടിച്ച് പ്രയാസപ്പെടുന്നുണ്ട് എന്ന് പുറത്തു കാണിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. അവസാനം അയാൾ വില്ല് കൊലിക്കുക തന്നെ ചെയ്തു. 1-ാം ഘട്ടം ജയിച്ചിരിക്കുന്നു. കാണികൾ ആരാധനയോടെ വീർപ്പടക്കി പിടിച്ചു. നിവർന്നു നിന്ന് ധൃഷ്ടദ്യുമ്നൻ 3 അടി മുമ്പോട്ട് വെച്ച് പറഞ്ഞു, നിൽക്കട്ടെ, ക്ഷത്രിയർക്കാണ് മത്സരം. കുലയേറ്റിയ വില്ല് സാവധാനം തിരിച്ച് കർണൻ ധൃഷ്ടദ്യുമ്നനെ നോക്കി. രോഷം അവിടെ ഗ്രീഷ്മത്തിലെ കാട്ടുതീ പോലെ ആളിപ്പടരുന്നത് സദസ്സ് മുഴുവൻ കണ്ടു. ധൃഷ്ടദ്യുമ്നൻ മന്ദഹാസം മാറ്റാതെ പറഞ്ഞു, എൻ്റെ സഹോദരി കുലത്തിൽ താണവരെ സ്വീകരിക്കാൻ പോകുന്നില്ല. വൃഥാ വ്യായാമമാണെങ്കിൽ തുടരാം. കുലയേറ്റിയ വില്ലിൻ്റെ ഞാണുപോലെ ദൃഢമായ വിറങ്ങലിച്ചു നിന്ന കർണന്റെ ശരീരം ഉലഞ്ഞു ചുളുങ്ങുന്നത് ഞാൻ കണ്ടു. അർജുനനിൽ നിന്ന് ആശ്വാസത്തിൻ്റെ നെടുവീർപ്പ്. എനിക്ക് ശത്രുവിനോട് സഹതാപം തോന്നുന്നത് ഇത് 2ാമത്തെ സന്ദർഭമാണ്. അധിരഥന്റെ കൈകളിൽ തളർന്നു നിന്ന സമയത്തേക്കാൾ അയാൾ ഇപ്പോൾ പരവശനായിരിക്കുന്നു. അർജുനൻ എഴുന്നേറ്റു. ബ്രാഹ്മണന്റെ വേഷത്തിലാണ് പഞ്ചപാണ്ഡവരെല്ലാം. ഏതോ വിഡ്ഢിയായ ബ്രാഹ്മണ യുവാവ് എന്ന് കാഴ്ചക്കാർ കരുതിയിരിക്കണം. ഹസ്തിനപുരത്തിൽ കണ്ടവർ പാറിപ്പറന്ന് കഴുത്തുമൂടുന്ന മുടിയും മുഖത്തും മേലാകെയും ഭസ്മലേപനങ്ങളുമുള്ള ഈ കറുത്ത ബ്രാഹ്മണ യുവാവിനെ തിരിച്ചറിഞ്ഞു എന്ന് വരില്ല. അനുജനെ ഞാൻ ആശങ്കയോടെ പ്രാർത്ഥനകളോട് നോക്കിയിരുന്നു. മധ്യത്തിൽ നിന്ന് വളരെ അകലെ വില്ല് പിടിച്ചുകൊണ്ട് ഉയർത്തുമ്പോൾ തുലനം തെറ്റിക്കുന്ന ഭാരത്തെപ്പറ്റി അർജുനൻ നേരത്തെ ചിലത് വ്യക്തമായി ഊഹിച്ചു വച്ചിരിക്കുന്നു. കർണനേക്കാൾ പ്രയാസപ്പെട്ടു എന്ന് തോന്നി ഞാണുകയറ്റാൻ. അവൻ്റെ ഇടം കൈയിലും ചുമലിലുമായി ചാപം പിടയാതെ ഒതുങ്ങി നിന്നപ്പോൾ ഞാൻ ആവേശഭരിതനായി. തുണീരവും കൊണ്ട് ഓടിയെത്തിയ സേവകനിൽ നിന്ന് അർജുനൻ ഒരമ്പെടുത്തു. അഗ്രവും പുംഖവും സൂക്ഷിച്ചു നോക്കിയ ശേഷം ലക്ഷ്യത്തിലേക്ക് നോക്കി. അയാൾ മനസ്സിൽ കണക്ക് കൂട്ടുകയായിരുന്നു. സദസ്സിൽ നിന്ന് ആരവമുയർന്നു. അർജുനൻ ലക്ഷ്യം കണ്ടിരിക്കുന്നു. നടുക്കവും നിശബ്ദതയുമാണ് സദസ്സിലിപ്പോൾ. ദ്രൗപദി സഹോദരനെയും പിതാവിനെയും നോക്കി. പിന്നെ അർദ്ധസ്മിതത്തോടെ നിൽക്കുന്ന അർജുനന്റെ മുമ്പിലെത്തി. അയാൾ ശിരസ് കുനിച്ചപ്പോൾ അവൾ പെരുവിരലുകളിൽ ഉയർന്നു നിന്ന് ഹാരമണിയിച്ചു. പിന്നീട് ബഹളം പൊട്ടിപ്പുറപ്പെട്ടു. കൈക്ക് പിടിച്ച് ദൂരേക്ക് മാറ്റി നിർത്തപ്പെട്ട ദ്രുപദന്റെ ചുറ്റും ക്ഷത്രിയർ പൊതിഞ്ഞുകൂടി. വാക്കുകളും വാദങ്ങളും. മത്സരം ക്ഷത്രിയർക്കാണെങ്കിൽ ബ്രാഹ്മണർ പങ്കെടുക്കുന്നത് തെറ്റ്. അതും ശരിയല്ലേ? പിന്നെ അവിടെ ഭീമസേനന്റെ ഒരു കലാപമായിരുന്നു അരങ്ങേറിയത്.